ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ചെറുതേനീച്ച കൃഷി തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങളുടെ വീടിന് ചുറ്റും പരിസരങ്ങളിലും എല്ലാം നാച്ചുറലായി വന്നുകൂടി ചെറുതേനീച്ച കോളനി ഉണ്ടാവും. അവയെ കെണിക്കൂടുകൾ വെച്ച് എങ്ങനെ സ്വന്തമായിട്ടൊരു കോളനി സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കമോൺ. നമ്മളപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 12x4ന്റെ 2 ബോക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കെണിക്കൂടായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആക്ച്വലി ഞാൻ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഹോളും സൈഡിലായിട്ട് ഇവിടെ ഒരു ഹോളും. അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതേനീച്ചയുടെ മെഴുക് വെക്കുന്നുണ്ട്. അതുപോലെ അകത്തും കുറച്ച് ഏരിയയിൽ ചെറുതേനീച്ചയുടെ മെഴുക് വെക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ട്യൂബ് നമ്മുടെ വാട്ടർ ലെവൽ ട്യൂബാണ്. ഇതിൻ്റെ ഏകദേശം 1 അടി ട്യൂബാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും. ഒരു സൈഡ് ഇവിടെ കണക്ട് ചെയ്യും, ഈ ബോക്സിൻ്റെ സൈഡിൽ കണക്ട് ചെയ്യും. ഇതിൻ്റെ മറ്റേ എൻഡ് നമ്മൾ ആ ചെറുതേനീച്ച കോളനി എവിടെയാണോ, നാച്ചുറൽ കോളനി എവിടെയാണോ ഉള്ളത് അവിടെ കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ആ നാച്ചുറൽ കോളനി ഉള്ളത്. നമ്മൾ നേരത്തെ ഇവിടെ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ MCയിൽ വെച്ചാണ് ഇവിടെ ട്യൂബ് കണക്ട് ചെയ്ത്. നിങ്ങൾക്ക് ചെളി വെച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ചെളി ഇവിടെ വെച്ചിട്ട് ചുറ്റും വെച്ചിട്ടും ഈ ട്യൂബ് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് MCയിൽ വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഈ എൻഡിലൂടെ ഈച്ചകൾ പുറത്തേക്ക് വരും. നോർമലി ഇത് ചെയ്യേണ്ടത് നൈറ്റേ നമ്മളിത് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഡെയിലി വന്നിട്ട് ഇത് ഓപ്പണാക്കി കണക്ട് ചെയ്ത് വെക്കുക. ട്യൂബ് ഈ കോളനിയുടെ എൻഡിൽ കണക്ട് ചെയ്ത് വെക്കുക. നൈറ്റായിട്ട് മാത്രമേ നമ്മൾ ഈ ട്യൂബിൻ്റെ മറ്റേ എൻഡ് ഈ പെട്ടിയിലേക്ക് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ എൻഡ് ഈ ഓപ്പണായി കിടക്കുന്ന ഈ ഒരു ഹോളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ഒരു 1.5 ഇഞ്ചെങ്കിലും ഉള്ളിലേക്ക് തള്ളി നിൽക്കണം, അല്ലെങ്കിൽ ഉള്ളിലൂടെ ടണൽ പണിഞ്ഞിട്ട് ഈച്ചകൾ പോകാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കെണിക്കൂട് വെക്കുന്നത്. അപ്പോൾ ഈ എൻഡിലൂടെ ഈച്ചകൾ അകത്തേക്ക് കയറും. ഈ ട്യൂബിനകത്തൂടെ വന്ന് ഈ കൂട്ടിലിറങ്ങിയിട്ട് കൂട്ടിനകത്തൂടെ ഈ എൻഡ് വഴി ഈച്ചകൾ പുറത്തേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഏകദേശം വെക്കുന്നത് 6 മാസം 1 വർഷം വരെ വെച്ച് കഴിഞ്ഞാൽ ഈ കോളനി ഓൾമോസ്റ്റ് സക്സസ് ആവുന്നതാണ്. ഇത് ഞാൻ ആ കെണിക്കൂട് വെച്ചതിന് ശേഷം അടുത്ത ദിവസങ്ങളെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈച്ചകളെല്ലാം കൂട്ടിലേക്ക് കയറി പോകുന്നതും ആ ട്യൂബിലൂടെ കയറി ഇറങ്ങുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്